ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിന് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ മാർക്കറ്റ് ഞാൻ രാവിലെ വോയിസ് നോട്ട് ഇട്ടിരുന്നു ഇല്ലേ, മാർക്കറ്റ് താഴോട്ട് ഉള്ളൊരു സാധ്യതയാണോ ഉള്ളതെന്ന് രാവിലെ തന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങൾ ഈ ഇത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും വീക്കിലി അനാലിസിസ് കണ്ടിട്ടില്ലെങ്കിൽ, വീക്കിലി അനാലിസിസ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതൊന്ന് കാണണം. എന്നിട്ട് ഞാൻ അതിനകത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കണം. അത് അക്ഷരം പ്രതിയല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സംഭവിക്കുന്നത് അല്ലേ. ഞാൻ നിങ്ങളോട് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോങ്ങാനിടുന്ന നായയുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ കണക്കായി. ഏതെങ്കിലും കാരണം കൊണ്ട് പൊട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ന്യൂസ്, ഇറാനും യു എസും തമ്മിലുള്ളൊരു ന്യൂസ് വന്നത്. അതിന് യു എസ് മാർക്കറ്റൊന്നും അത്ര സിവിയറായിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അതിന് അപ്പുറമായിട്ടൊരു ഓവർ റിയാക്ഷൻ ആയിരുന്നു നമ്മുടെ മാർക്കറ്റിൽ. അപ്പം ഇനി അങ്ങോട്ടാണ് ഇപ്പോൾ തന്നെ നോക്കിക്കുക, യു എസ് അന്നേരം പോകാണ്ട് 220 അങ്ങോട്ടേ ഉള്ളായിരുന്നു. ഇപ്പം 134 യു എസ് ഫ്യൂച്ചർ ഓടിക്കൊണ്ടിരിക്കുന്നത്, -134. അന്നേരം ഇപ്പോൾ 220 അങ്ങോട്ടായിരുന്നു. പിന്നെ അവിടെ കുറഞ്ഞു വരും. പക്ഷേ യു എസ് ഫ്യൂച്ചർ റിക്കവർ ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റ് റിക്കവർ ചെയ്യാതെ ഒരു ഓവർ റിയാക്ഷൻ കാണിക്കുന്നത് മൊത്തത്തിലൊരു ഷോ ആയിരുന്നു. മനസ്സിലായില്ല. അപ്പോൾ അതായത് ഇന്ന് എക്സ്പയറി ഡേയും കൂടാണ്, ആൾക്കാരെ റീറ്റെയിലേഴ്സിനെ പെടുത്തുക എന്നുള്ളതാണ്. എന്നാലും അതിൻ്റെ നടുവിൽ നിങ്ങൾ ഭൂരിഭാഗം പേരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. നിങ്ങളാണെങ്കിൽ ഞാൻ ആ വീക്കിലാണ് എന്താ പറഞ്ഞത്, കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയും. നമുക്ക് ഡേ ചാർട്ടിലോട്ടൊന്ന് വരാം. ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്കൊരു കാര്യം നോക്കാം. ഞാൻ എന്താ വീക്കിലി ഞാനത് കേൾക്കാത്തവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും പറയുന്നത് മാർക്കറ്റ് 24 മേളിൽ പോകും, 25,000 മുകളിൽ പോകും, 25,250 വരും, 25,500 വരും, ചിലപ്പോൾ ഒരുപക്ഷെ 26,000 ഈ ജൂൺ മാസം തന്നെ മുട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആയിക്കോട്ടെ. മാർക്കറ്റ് 26,000 മുട്ടുന്ന 26,000 മുട്ടിക്കോട്ടെ, 25,000 മുട്ടുന്ന 25,500 മുട്ടുന്ന അവിടെ മുട്ടിക്കോട്ടെ, നോ പ്രോബ്ലം, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മളെന്താ മനസ്സിലാക്കണ്ടേ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരു മാർക്കറ്റിൽ വരുമ്പം, എൻ്റെ പേന വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ, ഞാൻ എപ്പോഴും എൻ്റെ സെമിനാറിൽ പങ്കെടുത്തവരോടും എൻ്റെ ബൈയിങ് ക്ലാസ്സിൽ പങ്കെടുത്തവരോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എത്ര ന്യൂസ് കിട്ടിയാലും നിങ്ങൾ സ്വയമായിട്ടൊന്ന് അവലോകനം ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിന് എങ്ങോട്ട് പോകാനുള്ള സാധ്യതയാണ്, ഈ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് മാർക്കറ്റ് എന്തായിരിക്കും സംഭവിക്കുന്നത്, അഥവാ ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളപ്പോഴും ഞാൻ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് എന്താ പറയുന്നത്, വീക്കിൽ അനാലിസിസ് ഞാൻ പറഞ്ഞു. നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വാചകം തന്നെ ഉപയോഗിച്ചത്, നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി നിഫ്റ്റിയുടെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടെന്ന് ഞാൻ വീക്കിലി അനാലിസിസ് ഞാൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു. ഓരോരുത്തർക്കും, അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ വന്നു, അടുത്ത പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, ഇവിടെ വന്നു, അടുത്ത പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, പിന്നെ ഇവിടെ ഒരു ബുള്ളിഷ് വന്നു, പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അപ്പോൾ ഞാൻ ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ പറഞ്ഞു, ഈ ക്യാൻഡിലിനെ നിങ്ങൾ ശരിക്കും സൂക്ഷിച്ച് നിങ്ങൾ നോക്കണം. ഇതിന് ശേഷം മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ മുകളിലോട്ട് പോയാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെയാണ് മാർക്കറ്റ് പ്രീവിയസ് ഹിസ്റ്ററി അങ്ങനെയാണ് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ തരത്തില്ല, ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വീക്കിലി അനാലിസിസ് വേണമെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഒന്ന് വീക്കിലി അനാലിസിസ് പോയി കാണുക. കണ്ടില്ലെങ്കിൽ അതിൽ വീണ്ടും ഒന്നുകൂടെ കാണുക. മനസ്സിലായില്ലേ? കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞ 1-2 ദിവസം കൊണ്ട് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, ഞാൻ എന്താണോ ഞാൻ അന്ന് വീക്കിലി അനാലിസിസ് പറഞ്ഞത്, അതിനുശേഷം ഈ 1-2 കഴിഞ്ഞ 3 ദിവസം ഞാൻ എന്താണ് നിങ്ങളുടെ ഡെയിലി റിപ്പോർട്ടിനകത്തിൽ, മാർക്കറ്റ് റിപ്പോർട്ടിനകത്ത് ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ അല്ലേ സംഭവിച്ചത്? അല്ലേ? എപ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് പോകും നമ്മൾ വിചാരിക്കും തോറും ഈ ഒരു ചിന്ത നമുക്കുണ്ടെന്ന് ആർക്കറിയാം? അവന്മാർക്കറിയാം ഇല്ലേ? അപ്പോൾ അവന്മാരെ നമ്മൾ അതിനകത്തിട്ട് നമ്മളെ പെടുത്താൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് നല്ലപോലെ അവർക്കറിയാം. അതിനകത്ത് നമ്മൾ പോയി പെട്ടുപോകരുത്, തല വെച്ച് കൊടുക്കരുത്. അപ്പം
ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം ഒരു താഴോട്ട് ക്ലോസിങ് കിട്ടിയില്ലെങ്കിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. പിറ്റേ ദിവസം ഒരു ഡോജി വന്നു. അതിനടുത്ത ദിവസം ഇതാ നോക്കാം നല്ലൊരു ഇത് ഈ ഇറാൻ്റെ ന്യൂസ് വന്നത് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം അതിന് മുന്നേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ബെയറിഷ് സെറ്റപ്പിലോട്ട് തന്നെ മാർക്കറ്റ് വരാൻ തുടങ്ങി. അതിനുശേഷം ന്യൂസ് കൂടെ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് നേരെ താഴോട്ട് പോരും അല്ലേ. അപ്പം ഇവിടുന്ന് ഒരു റിക്കവറി ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ റിക്കവറി ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ റിക്കവറി ഉണ്ടായി, അത് നമ്മുടെ മാർക്കറ്റ് അവസാനിച്ച ശേഷം. ഇതിപ്പോൾ നാളെ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിലായിരിക്കും മിക്കവാറും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പം മാക്സിമം ഇന്ന് എക്സ്പയറി ആണ്. അപ്പം മാക്സിമം ആൾക്കാരെ ഉരുക്കി നശിപ്പിച്ച് വറുത്തെടുക്കുക എന്നുള്ളതാണ് അവന്മാരുടെ ലക്ഷ്യം. അവന്മാരെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനീ പറയുന്നത് ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ നിന്ന് ഞാൻ എപ്പോഴും ഭാഷ പറഞ്ഞ പോലെ ചെറിയ അപ്പക്കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാൻ ശ്രമിക്കുക. വലിയ പിന്നെ മട്ടൻ ബിരിയാണിക്കും പിന്നെ ചിക്കൻ ബിരിയാണിക്കും ഒന്നും നിൽക്കാതെ ചെറിയ സാധനങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വല്ല ചപ്പാത്തിയും ഡാൽ കറി ആണെങ്കിലും കുഴപ്പമില്ലെന്നേ, ജീവൻ നിലനിന്ന് പോകണ്ടല്ലേ, പോയാൽ മതിയല്ലോ. വല്ലപ്പോഴൊക്കെ നമുക്ക് ബിരിയാണി കിട്ടും. ഇന്നിപ്പം ബിരിയാണി കിട്ടിയില്ലേ. അപ്പോൾ അതുപോലെ വല്ല അവസരങ്ങളൊക്കെ ഇടയ്ക്ക് നമുക്ക് ബിരിയാണി വരും, കറക്റ്റ് പ്രോപ്പർ എൻട്രി ഒക്കെ നമുക്ക് കിട്ടും. അന്നേരപ്പോൾ ഇന്ന് ബിരിയാണി നല്ലപോലെ ആസ്വദിച്ചെല്ലരും. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ എന്നും ബിരിയാണി കിട്ടണമെന്ന്, എവരി ഡേ ബിരിയാണി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. അത് തെറ്റാണ്. ആ ഒരു ദിവസം ബിരിയാണി കിട്ടിയെന്ന് പറഞ്ഞ് എന്നും ബിരിയാണിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, തെറ്റാണ്. വല്ലപ്പോഴും കുപ്പൂസൊക്കെ കഴിക്കണം. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും കുപ്പൂസും തൈരും ഒക്കെ കഴിക്കണം. ആഴ്ച ഒരിക്കൽ വെള്ളിയാഴ്ച നിങ്ങൾ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞ പോലെ എന്നും നമ്മൾ അതിന് നിൽക്കരുത്, അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എന്നും കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അല്ലേ. ഒരു സ്ഥിരത വേണം. നമുക്ക് എന്നും ഒരു ദിവസം പ്രോഫിറ്റ്, പിന്നെ ഒരു ദിവസം ലോസ്, പിന്നെ ഒരു ദിവസം പ്രോഫിറ്റ്, പിന്നെ 2 ദിവസം ലോസ്, പിന്നെ ഒരു ദിവസം പ്രോഫിറ്റ്, അങ്ങനെ വേണ്ട. നമുക്ക് 500 ഇപ്പോൾ ഒരാൾ നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ അദ്ദേഹം 600 രൂപയാണ് പുള്ളിയുടെ പ്രോഫിറ്റ്. പക്ഷേ കൺസിസ്റ്റൻ്റ് പുള്ളി എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ഇന്ന് 600 രൂപ പുള്ളിക്ക് ഒരു ട്രേഡ് കിട്ടി. ആ ട്രേഡ് 600 രൂപ കിട്ടി, പുള്ളി അത് നിർത്തി. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോയാലൊരു വിഷയമുള്ള കാര്യമില്ല, പുള്ളി അത് ബാധിക്കുന്നില്ല. അതാണ് യഥാർത്ഥ ട്രേഡർ. അപ്പോൾ പുള്ളിയുടെ മനഃശാന്തി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമുക്കിങ്ങനെ എല്ലാം കൊലയോട് പോരട്ടെ. നമ്മുടെ മലയാളി ചിന്തയാണ്, മനസ്സിലായേ. എല്ലാം കൊലയോടെ നമുക്ക് കിട്ടണം. ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ ആദ്യം മാറ്റണം. ഓക്കെ, നമ്മൾക്ക് എങ്ങനെയാണോ ഇതിനകത്തിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗം ആ വഴി നോക്കുക. അല്ലാതെ ഓവർ പരിപാടിക്കൊന്നും കഴിവതും നിങ്ങൾ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുമ്പോൾ ഉപദേശത്തിലോട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കണ്ടല്ലോ ഇവിടെ എന്ത് സംഭവിച്ച ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഉണ്ടായി. ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിൽ എന്താ സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. എന്തായാലും നിഫ്റ്റി 24,960, നിഫ്റ്റി ഏകദേശം ഇല്ല, ഒന്നും ആയിട്ടില്ല, അവിടെ ഒന്നും പറയാറായിട്ടില്ല. എനിവേ രാത്രിയാകുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നാളെ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കിട്ടി ഇല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. നമുക്കിതിനകത്തിൽ എൻ്റെ കുറേ വരകൾ മാഞ്ഞു പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വരകളെല്ലാം അങ്ങ് മായ്ച്ചു കളയാം. നമുക്ക് പുതിയ വര വരയ്ക്കാം, അതാണ് നല്ലത് അല്ലേ. അതല്ലേ നല്ലത്, പുതിയ വരകൾ വരയ്ക്കാം. വരകളിൽ കുറേ ദിവസം 3-4 ദിവസം കൊണ്ട് നമുക്ക് ഈ വരകളെല്ലാം ഇങ്ങനെ കിടക്കുക. ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് വര കുറച്ച് മാഞ്ഞു പോയി. അപ്പോൾ നമുക്കിനി പുതുതായിട്ടൊരു വര വരയ്ക്കാം. ഇന്ന് ഞാനിത് ഈ മാർക്കറ്റ് വീണപ്പം ഒരാൾ നമുക്ക് കമൻറ്റ് ചെയ്ത്, സാർ നമ്മുടെ തലേവര കറക്റ്റ് ഉണ്ടോ, അദ്ദേഹം അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ദിവസം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കാണാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടല്ലോ നമുക്ക് നല്ലപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു തലവര ഇവിടെ ഉണ്ട്. നമ്മൾ പണ്ട് വരച്ച തലവര, ഒരു മാസം കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന തലവര ഇവിടെ ഉണ്ടല്ലേ. ആ തലവര ഇപ്പം നിർണായകമാകും. 20 ഇതായിരുന്നു ആ തലവര. 23,800-869 ആ റേഞ്ചിലൊരു തലവര ഉണ്ടായിരുന്നു നമുക്ക്. ഈ തലവര വളരെ പ്രധാനപ്പെട്ട ഒരു തലവരയാണ്. ഓക്കെ, ഇതിവിടെ കിടന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരച്ചപ്പോൾ ചിലപ്പം അങ്ങോട്ടും കൂടെ ഇച്ചിരി ഏറ്റക്കുറച്ചിലൊക്കെ വരും, നിങ്ങളത് ക്ഷമിക്കുക. ചിലപ്പോൾ 5-10 പോയിൻ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ മാറ്റം വരും. വേണം നമുക്കിതൊന്ന് ഒരു റൗണ്ട് ഫിഗർ ആക്കാം. 260-270 ആക്കാം. 22,870 ഒരു തലവര. ഓക്കെ, ഈ തലവര ഇവിടെ കിടന്നോട്ടെ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് തലവരയാണ്. ഓക്കെ, എന്നും പറഞ്ഞ് അത്ര നിങ്ങൾ പ്രതീക്ഷിച്ചൊന്നും ഇരിക്കണ്ട. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇത് ഡേ ആണ് ഈ വരയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇത് ഇവൻ ഒരു റീസെൻ്റ്ലി വന്ന കഴിഞ്ഞ ഒരു 4-4 ആഴ്ചക്കകത്ത് വന്ന, ഒരു മാസത്തിനകത്ത് വന്ന മെയ് അല്ല ഏപ്രിൽ മുതലുള്ള ഒരു സപ്പോർട്ടാണ് ഈ ലൈൻ. ഓക്കെ, ഈ ലൈൻ
ഇച്ചിരി ഒരു ശകലം കൂടി ഇങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഈ പ്രധാനപ്പെട്ട സാധനത്തിൻ്റെ കളർ അങ്ങ് മാറ്റിയേക്കാം, മഞ്ഞ കളറാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. ഓക്കെ, ഇനി നമുക്ക് മോളോട്ടുള്ള ലൈൻ കൂടെ അതുകൂടെ വരച്ചേക്കാം. മോളോട്ടുള്ള ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് 25,235. ഓക്കെ, അപ്പോൾ അതായി. ഇപ്പോൾ 2 ലൈൻ നമുക്ക് കിട്ടി. ഒന്ന് 24, ഇത് നമുക്കിത് റൗണ്ട് ഫിഗർ ആകാം, 95 ആക്കാം. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പം 24,495 അല്ല 500 കൂട്ടിക്കോ. 24,500 വേണം നിങ്ങൾ കൂട്ടിക്കോ. ഓക്കെ, 24,500 എന്ന് പറഞ്ഞാൽ കൂട്ടിക്കോ. ഓക്കെ, അപ്പം അതും 25,235 ഈ 2 ലൈനാണ് മേജർ ലൈൻ. ഓക്കെ, ഡേ ക്യാൻഡിലെ മേജർ ലൈനാണിത്. അപ്പം ഇവിടെ ഇനി എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഇത്രയും വര മാത്രം വരച്ചാൽ മതി. ഇവിടെ 23,870 താഴെ കിടപ്പുണ്ട്, അവിടെ കിടന്നോട്ടെ, സാരമില്ല. ബാക്കി നമുക്ക് ഇത്രയും മതി. ഈ ഡേ വൈസിൽ നമുക്ക് ഈ 3 ക്യാൻഡിൽ മതി. ഒന്ന് 25,235, രണ്ടാമത്തെ 24,500 കിടന്നോട്ടെ, 24,500 ഈ റേഞ്ച് കിടന്നോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേ വൈസിൽ അല്ലെങ്കിൽ വീക്കിലി വൈസിൽ നമുക്ക് പറയാനുള്ളത്. ഇത്രയും ഭാഗം തൽക്കാലം മതി. നമുക്കിനി 5 മിനിറ്റ്സിലോട്ട് പോവാം. 5 മിനിറ്റ്സിലോട്ട് പോയാൽ ഇൻട്രാഡേ ബേസിസിൽ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഇൻട്രാഡേ ബേസിസിൽ ചെയ്യാനുള്ളത്, നാളെ ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ഈ കേട്ട ന്യൂസുകളെല്ലാം ആവിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അഥവാ അല്ല, ന്യൂസ് നിലനിൽക്കുന്നു, അതിനെ ചൂട് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചിലപ്പം ഒരു ഫോളോടെ കാണാൻ സാധ്യതയുണ്ട്. രാത്രിയിൽ US മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു നോക്കിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നാളെ അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ സംഭവം ഈ ഹൈ, ഓക്കെ, ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി 24,911 മേലോട്ട് കയറിയാൽ നമുക്ക് ഒരു മേലോട്ടൊരു ബുള്ളിഷ് സെറ്റപ്പ് നോക്കാം. താഴോട്ടാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം, ഈ ബോട്ടം. അപ്പോൾ ഇത് 2 അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ഇതിന് നമ്മുടെ റേഞ്ച് ലൈനായി അല്ലേ? നമുക്ക് റേഞ്ച് ലൈനായി. ഓക്കെ, നമുക്ക് റേഞ്ച് ലൈനായി. അപ്പോൾ ഈ റേഞ്ച് ലൈനിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നോക്കാം, കണ്ടോ, ഇത് കണ്ടോ, ഇത് നമുക്ക് മുകളിലോട്ട് വേണം. അത് നമുക്ക് ഗ്രീൻ വരയ്ക്കാം, ഗ്രീൻ അവിടെ കിടന്നോട്ടെ. ഓക്കെ, പിന്നെ അണ്ണന്മാർ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും ഒരു ഇടക്കാല ആശ്വാസമാണ്. ഈ സാധനം ഒരു ഇടത്താവളം സത്രം പോലെ നമുക്ക് കൂട്ടാം. ഓക്കെ, 25,019, 25,86, പിന്നെ ഒരെണ്ണം കൂടെ. ഈ റെസിസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ട് മുകളിലോട്ട് പോകും തോറും. അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഈവനെ കൂടെ നമുക്ക് വരച്ചു, ഇവിടെ കൂടെ ഇതുകൂടി ഇരിക്കട്ടെ. ഞാൻ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഈ വരയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. ആർക്കൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വരയും അതിൻ്റെ കൂടെയുള്ള പ്രൈസ് ആക്ഷനും ഇതായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ വെക്കുന്നൊരു ക്ലാസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വര പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ വര പഠിക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഓക്കെ, എത്ര നാൾ നിങ്ങൾ എന്നെ ആശ്രയിക്കും അല്ലെങ്കിൽ വേറൊരാളെ ആശ്രയിക്കും? സ്വന്തമായിട്ട് വര പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് എവിടെ വേണമെങ്കിലും പോയി ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഇൻഡെക്സ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്റ്റോക്കുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വര പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രെൻഡ് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ആണെങ്കിലും ഒരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, ചാർട്ട് വരയ്ക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പം വരയായിരിക്കും പ്രധാനപ്പെട്ട ക്ലാസ്. ഓക്കെ, ഈ വര ഇങ്ങനെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, 225. അപ്പം ഈ മുകളിലോട്ടുള്ള ലൈൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. താഴോട്ട് ഇപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. കൂടെ വേറെ കൂടെ വരയ്ക്കണോ? 911 ഇതിനിടയ്ക്ക് ഒരെണ്ണം വേണോ? വേണ്ട, അത് വേണ്ട, പോട്ടെ, അത് വേണ്ട. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി നമുക്ക് താഴോട്ട് വരയ്ക്കണം. പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് താഴോട്ട് വരയ്ക്കാനുള്ള വരകൾ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് കണ്ടിട്ട് ഇല്ലേ? വര കണ്ടിട്ട് കുറച്ച് ഇതൊരു വരയാണ്. 24,678 ഇതൊരു സപ്പോർട്ടാണ്. ഈ ലൈൻ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ഞാൻ വരച്ചത്? 1, 2, 3, 4 പല പ്രാവശ്യം അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അതൊരു വരയായിട്ട് വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊരു ഇടത്താവളം വരയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയാൽ ഇവനും ഒരു സാധനം കൊള്ളാം, ഇതും ഒരു സാധനം കൊള്ളാം. ഇതിങ്ങനെ ട്രേഡ് സീക്രട്ടൊന്നും ആരും പഠിപ്പിക്കത്തില്ല കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ മറച്ചു വെക്കാനൊന്നും ഇല്ല.
നമ്മളെല്ലാം ഓപ്പണാണ്. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് ഇങ്ങനെ വരച്ചാൽ ഒരു വിഷയം നോക്കട്ടെ. ഇതാണ് ഏകദേശം ഒരു ഒത്തു വരുന്നൊരു സാധനം. ഇത്രയേ ഉള്ളൂ. ഇനിയും വേറെ വരയ്ക്കാനൊന്നുമില്ല. നോക്കട്ടെ. ഇല്ല, ഇത് പിന്നെ ഇവിടുന്ന് കൂട്ടിയ 24,675 കൂട്ടിയാൽ പിന്നെ 24,500 175 പോയിൻ്റുണ്ട് അല്ലേ. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം വരയ്ക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. അതുകൊണ്ട് ഇതിവിടെ കിടന്നോട്ടെ. ഇതൊക്കെ നിങ്ങൾ നോക്കി എങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത് എല്ലാം പഠിപ്പിക്കുക. നോക്കട്ടെ. ഇത് ഇങ്ങനോടെ കിടന്നോട്ടെ. 24,555. ഓക്കെ, ആ ഒരു വര അവിടെ കടന്നു. ഇതൊരു മേജർ ലൈനാണ്. അവിടെ കടന്നോട്ടെ, ചുമ്മാ അവിടെ കിടന്നോട്ടെ. നഷ്ടമൊന്നുമില്ലല്ലോ ആർക്കും. റെസ്പെക്റ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ വരയ്ക്കുന്ന എല്ലാ വരെയും നിർബന്ധമായിട്ടും ഞാൻ വരയ്ക്കുന്നത് വരണം നിർബന്ധമൊന്നുമില്ല. അത് വല്ലപ്പോഴും ഒക്കെ വന്നാൽ മതി. നമുക്കെന്താ ഒരു ഐഡിയ കിട്ടണം ട്രേഡിന്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന വരയിൽ കൂടെ തന്നെ ട്രേഡ് പോകണം, അങ്ങനെ നിങ്ങൾ അമിതമായിട്ടൊന്നും അതിനെ ആശ്രയിക്കില്ല കേട്ടോ. അത് ശരിയല്ല. പലരും പറഞ്ഞു സാറിൻ്റെ വര അങ്ങനെ, നമുക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. ഉള്ളത് നമ്മൾ വരയ്ക്കുന്നു. എപ്പോഴും ഒരു മാന്യമായ രീതിയിൽ ആ ഏരിയയൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. മനസ്സിലായില്ല, കൃത്യമായിട്ട് ആ വര വേണം നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു റേഞ്ച് കിട്ടണം നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് നാളത്തേക്കുള്ള സംഭവ വികാസങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. നിങ്ങൾ പറ്റുന്നെങ്കിൽ ഒന്നുകൂടെ വീക്കിലി അനാലിസിസ് കാണുക, ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഏകദേശം വന്നു. നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി എന്താണോ ചാർട്ടിനകത്തിൽ പ്രീവിയസ് ഹിസ്റ്ററി എന്താണോ പറയുന്നത്, അതുപോലെ തന്നെ ഒരു പ്രീവിയസ് എങ്ങനെയാണോ സംഭവിച്ചേക്കുന്നത് നിഫ്റ്റിക്ക്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചേക്കുന്നത്. ഇനിയും ഇവിടുന്ന് താഴോട്ടാണ് മുകളിലോട്ടാണെന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നിഫ്റ്റിയെ പറ്റി പറയാൻ. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ എന്തിനെ നോക്കണം, HDFCയും ICICI നിങ്ങൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും വെട്ടിയിട്ട വാഴ പോലെ താഴെ പോയി. നിങ്ങൾ കണ്ടായിരുന്നോ? ഇന്ന് കണ്ടോ? ഇന്ന് ഇപ്പം HDFC മേജർ സപ്പോർട്ട് 2 പൊട്ടിച്ച് നിന്നിട്ട് അവസാനം ഇവിടെ ക്ലോസിങ് കിട്ടിയേക്കുക. ഓക്കെ, നല്ലൊരു ബെയറിഷ് സെറ്റപ്പിലാണ്. അത് ക്രോസ് ചെയ്താണ് നിൽക്കുന്നത്. ഉണ്ടോ? ആ ലൈനിൽ ക്രോസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് തിരിച്ച് മേലോട്ട് കയറുമോ ഇല്ലെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ICICI നല്ല രീതിയിൽ പൊട്ടി നിൽക്കുകയാണെങ്കിലും ആ ലൈന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. താഴെ പോയെങ്കിലും റെസിസ്റ്റൻസ് എടുത്ത് അതിൻ്റെ മുകളിലാണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ ഈ 2 ശരിക്കും നോക്കണം. ICICI HDFC നിങ്ങൾ ശരിക്കും നോക്കണം. അതുപോലെ തന്നെ കോട്ടക് ബാങ്കും ഏകദേശം ആടിക്കളിച്ച് നിൽക്കുകയാണ്, പക്ഷേ അത് ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു സപ്പോർട്ടുണ്ട്. 2011 ഒരു സപ്പോർട്ടാണ്. ഓക്കെ, ആ സപ്പോർട്ട് നോക്കിയിട്ട് ഇവനൂടെ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സംഗതി അങ്ങ് മുകളിലോട്ട് കയറിപ്പോവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ വരാം. ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ്? ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചത്? അവിടെയും ഈ പറയുന്ന പോലെ തന്നെ ഒരു ബെയറിഷ് സെറ്റപ്പാണ്. ആ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ, ബ്രേക്ക് ചെയ്ത് താഴോട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം ഇതൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. 56,082 ക്ലോസ് ചെയ്തേക്കുന്നത്. 56,082 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 55,570. 55,500 കൂട്ടിക്കോ. 55,500 വരാനുള്ള സാധ്യതയുണ്ട്. നാളെ ഒരു പക്ഷേ ഈ ന്യൂസുകളിലൊക്കെ മറിയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ബാങ്ക് നിഫ്റ്റി തിരിച്ച് കയറാനുള്ള സാധ്യത ഉണ്ട്. HDFC തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും തിരിച്ച് കയറും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. ഞാൻ ജസ്റ്റ് ഡേ വൈസിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇൻട്രാഡേയിലൊന്ന് നോക്കാം അല്ലേ. ഇൻട്രാഡേയിലെ വരകൾക്കൊന്നും മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ വര ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ വര അത്ര റെസ്പെക്റ്റ് ചെയ്തില്ല നമ്മുടെ വര ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ വരയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഇതാ ഇങ്ങനെ വെക്കാം. ഇതാണ് ഒരു വര. താഴെയുള്ള വര ഇതാ ഇത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ വര ഇനി വേണ്ട. ആ വരയുടെ ആവശ്യമില്ല. ഈ വര വേണം കുറച്ചിങ്ങനെ താഴോട്ട് ഇറക്കി വെച്ചാൽ. നോക്കട്ടെ. ഓക്കെ, ആ വര അങ്ങനെ ഇരുന്നോട്ടെ. ഇതാണ് ഈ വര ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ അടുത്ത വര ഇവനെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ കറക്റ്റ്. ബാക്കിയൊന്നും മാറ്റാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ചെയ്യണം. ആരെങ്കിലും നിങ്ങളെ നോക്കിയേക്കണം, നിങ്ങൾ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ചിലപ്പം ചിലർ മറന്നു പോകും സബ്സ്ക്രൈബ് ചെയ്യാൻ.
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പരിചയമുള്ളവർ പലരും അങ്ങനെ പലരും എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. സാറേ ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നു പെട്ടതിനകത്തിൽ ഏതായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. അത് മാത്രമാണ് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം. വേറെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ചെയ്യേണ്ട. പിന്നെ അവിടെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് എൻ്റെ സൈഡിൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉപകാരമായിരിക്കും. അപ്പം അങ്ങനെ ഉപകാരമായി മെമ്പർ ആകുന്നവർക്ക് വേണ്ടി ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർ ആകുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതായത് നമ്മുടെ നല്ല നല്ല സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ETF ഒക്കെ വരുമ്പോൾ അത് ഞാൻ അതിനകത്ത് മെമ്പേഴ്സിന് വേണ്ടി അങ്ങനെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർ ആകുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത് നല്ല പൂക്കുറ്റി പോലെല്ലാം പോയില്ലേ. നമ്മൾ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്തായിരുന്നു. ഏകദേശം 50%, 1.5 മാസം കൊണ്ട് ഏകദേശം 50% അത് കയറിപ്പോയി. അതുപോലെ നമ്മൾ അന്ന് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പറന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്കിതുപോലൊരു അവസരം വരും. അപ്പോൾ അത് മെമ്പേഴ്സിന് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പേഴ്സിന് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പം വല്ലപ്പോഴും നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇത് പ്രതീക്ഷിച്ചാരും ഇങ്ങനെ സാറ് തരുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ആരും ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജോയിൻ ബട്ടൺ ചെയ്യേണ്ട. 89 രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഒരു മാസം. ഓക്കെ, പറ്റുന്നവർ ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ അപ്പുറത്ത് താങ്ക്സ് ബട്ടൺ ഉണ്ട്. താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് ഇത് ലൈക്ക് ചെയ്യുക, കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്, ആ ഗുണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ പരിചയപ്പെടുത്തുക. ഓക്കെ, പറഞ്ഞ് പിന്നെയും നീണ്ടു പോവുക. അപ്പോൾ അടുത്ത നമുക്ക് എന്താ നോക്കേണ്ടത്? നമ്മുടെ മിഡ് ക്യാപ്പ് അണ്ണൻ നല്ല വൃത്തിയായിട്ട് പൊട്ടി. ഓക്കെ, എല്ലാ സപ്പോർട്ടും പൊട്ടി സാധനം താഴെ വന്ന് ഈ റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. ഈ റേഞ്ചിനകത്ത് നിന്ന് ഇനിയിപ്പം ഇവനെ നമുക്ക് മോളോട്ട് വെക്കാൻ വേണ്ട. ഇതിപ്പം വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ ഇങ്ങനെ 12,980 മേജർ സപ്പോർട്ട്. ഇത് പൊട്ടിച്ചാൽ പിന്നെ സാധനം ഇനി താഴെ പോരും കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ ഇവിടുന്ന് നാളെ ഗ്യാപ്പാണ് ചിലപ്പോൾ ഒരു പക്ഷേ മേലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവനെ നമ്മുടെ ലൈനുകൾക്കൊന്നും മാറ്റമില്ല. മിഡ് ക്യാപ്പ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ ഒത്തിരി ആൾക്കാർ മിഡ് ക്യാപ്പ് ചെയ്യുന്നില്ല, കാരണം പ്രീമിയം കൂടുതലാണെങ്കിലും ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. ഓക്കെ, അപ്പം ഈ ലെവലുകൾക്കൊന്നും മാറ്റമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ. 12,980 ആയിരിക്കും മേജർ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കണ്ടല്ലോ, എല്ലാവരും കൈ നിറച്ച് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നെ 2,000 രൂപ കൂടുതൽ നഷ്ടം വന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ കണ്ടു, കുറച്ച് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാത്തിരുന്ന് എൻട്രി എടുക്കുക. ആ SL വന്നാൽ ആ SL കൊടുക്കാൻ പഠിക്കുക. ഓക്കെ, SL വന്നാൽ SL കൊടുക്കാൻ, അത് ന്യായമാണ്. ഓക്കെ, നമുക്ക് ആ കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന SLനപ്പുറം പോകാതെ നോക്കുക. അടുത്ത ട്രേഡിനകത്ത് നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ നോക്കാം. അല്ലാതെ ഇപ്പോൾ 1-2 പേര് കംപ്ലൈൻറ്റ്, സാറേ കിട്ടുമ്പോൾ 500, 600, 700, 900 പോകുമ്പോൾ 2,000. എന്തിനായി 2,000 കൊണ്ട് വെയിറ്റ് ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ 900 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ മിടുക്കന്മാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നഷ്ടം വന്നാലും 900 നിങ്ങൾ നഷ്ടം ബുക്ക് ചെയ്യാൻ പഠിക്കണം. സിമ്പിളല്ലേ? അത് വയ്യ, അത് പറ്റത്തില്ല. അപ്പോൾ എന്താ പ്രതീക്ഷ? കയറും. ഞാൻ പറഞ്ഞു, ഹോപ്പ് ഈസ് ദ വേഴ്സ്റ്റ് എനിമി ഓഫ് എ ട്രേഡർ. ഓക്കെ, പ്രതീക്ഷയാണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് എന്താ പറയാനുള്ളത്? നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലോസും ബുക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പറഞ്ഞ് വീണ്ടും വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് US മാർക്കറ്റ് ഓപ്പൺ ആയോ? US മാർക്കറ്റ് ഓപ്പണായി. 230 ആണ്, നെഗറ്റീവിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം എന്തായി തീരും, 6 തണുത്ത് കഴിയുമ്പോൾ എന്തായി തീരും നമുക്കറിയത്തില്ല. അന്നേരം നമുക്ക് നോക്കാം. എന്തായാലും രാത്രി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയായാലും മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ നിന്നാലും നമുക്കെന്താണ്, ഇപ്പോൾ നമ്മൾ മുൻവിധിയൊന്നുമില്ല, ട്രെൻഡിനകത്ത് പോവുക. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ വരുതിക്ക് മാർക്കറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോവുക. മനസ്സിലായില്ലേ? തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയ എന്താ വേണം? അതിൻ്റെ മുകളിൽ തോണി ഇറക്കണം. അത്ര കാര്യം. എവിടെ നമ്മൾ പിടിച്ച് നിൽക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ഈ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അതനുസരിച്ച് നമ്മൾ വഴങ്ങി കൊടുക്കണം. മനസ്സിലായി? നമ്മൾ ആ രീതിയിൽ ട്രേഡ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അല്ല ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം അതത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നിർത്തുവാണ്. അപ്പം നാളെ എല്ലാവർക്കും വീണ്ടും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.